ശ്രീ നിതിൻ തങ്കച്ചൻ അവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ സംഭവത്തിന് ദൃക്സാക്ഷി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ നിതിൻ തങ്കച്ചൻ, ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ ക്നാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു ആനേനെ കണ്ടു. ഞാൻ റിവേഴ്സ് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ റിവേഴ്സ് കേബിള് പൊട്ടിപ്പോയി, ആന അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാനും ചേട്ടാ എന്നെ കൂടെ കൊണ്ടുപോകണം, ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് ഞാനും വണ്ടി എടുത്തു. പുറകെ വന്നതിനും പുള്ളിക്കാരൻ സ്പീഡിൽ പോയി. ഞാൻ തൊട്ട് പുറകെ വന്നതിനും ചോര കിടക്കണ കണ്ടു. കുറച്ച് അപ്പുറമായിട്ടൊരു മൊബൈൽ തെളിഞ്ഞിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ആ മൊബൈൽ ഇങ്ങനെ പോയിട്ട് വണ്ടി നിർത്തി എന്നെ കൊണ്ടുവിടാൻ വേണ്ടി യദു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്, കർണൻ എന്ന അവൻ്റെ വണ്ടിയുടെ പേര്. അപ്പം അവനും എൻ്റെ തൊട്ടുപുറകെ ഞങ്ങളെ കടത്തി വിടാനായിട്ട് വന്നായിരുന്നു. അവൻ ക്നാശ്ശേരിയിൽ അവൻ്റെ വീട്. അപ്പം അങ്ങനെ ഒന്ന് മൊബൈൽ എടുത്തിട്ട് ഈ ചോര കിടക്കുന്നിടത്ത് ഞങ്ങൾ പോയി നോക്കും. ആന ഇങ്ങനെ ചവിട്ടി തുളിച്ച് ഇങ്ങനെ ആളെ ഇങ്ങനെ ഇട്ടേക്കും അവിടെ. അപ്പം ഞങ്ങൾ അന്നേരം തന്നെ വണ്ടി എടുത്ത് ഓടി വന്ന് പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്തുണ്ട്, അവിടെ വന്ന് ഫോൺ ഞാനാണ് അവരുടെ കയ്യിലേക്ക് കൊടുത്തത്. നിങ്ങൾ അവിടെ വരുമ്പോഴേക്കും ഈ കാട്ടാന ആക്രമണം കഴിഞ്ഞിരുന്നു. ഈ എൽദോസ് മരിച്ചിരുന്നു അല്ലേ? 2 സെക്കൻഡ് ആയിട്ടുള്ളൂ, 2 സെക്കൻഡ് 3 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടെ നേരത്തെ യദുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നെങ്കിൽ എനിക്കായിരുന്നു സംഭവിക്കില്ല. ഒരു വെട്ടം വെളിച്ചം പോലും ഇല്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇത് മൊത്തം ചുറ്റപ്പെട്ട് കാടുകളാണ്. ഇവിടുന്ന് സ്കൂൾ കുട്ടികൾ വരെ ട്യൂഷൻ കഴിഞ്ഞ് 6 മണിക്ക് ഞാനും കൊണ്ടുവിടുന്നതാണ്. ഇപ്പം അതിങ്ങനെ കണ്ട് നമുക്കൂടെ പേടിയായിട്ട് വരിക. ഇവിടുത്തെ കുട്ടമ്പുഴ ഈ കുട്ടമ്പുഴയിൽ ശരിക്കും കയറി വരുന്ന കുട്ടമ്പുഴ സിറ്റിയിൽ വരെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കിടന്ന് മിന്നും. അതിന് പോലും ഒരു സ്പോട്ടിങ് ഇതില്ല, ഒരു ലെവലില്ല. അതും വരെ മിന്നി കിടക്കുക. അങ്ങനെ മിന്നിത്തെളിങ്ങിയ ലൈറ്റും ഇവിടെ ഒരിടത്ത് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഈ അപ്പുറമാണെങ്കിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഇതൊരു ആശുപത്രി കേസ് വന്നാൽ ഞങ്ങളെപ്പോലെ ഉള്ള ഓട്ടോക്കാരെയാണ് ഇവിടുന്ന് വിളിച്ചിട്ട് കൊണ്ടുപോകുന്നതൊക്കെ. ആശുപത്രി കേസ് വന്നാൽ ഞങ്ങൾ ഇനി ആനേനെയൊക്കെ പേടിച്ച് ഇങ്ങനെ ഇതിൽ വണ്ടി ഓടിച്ച് നടക്കണം. ശ്രീ നിതിൻ, ഇപ്പോൾ ഈ നേരത്തെ ചില പ്രതികരണങ്ങൾ വന്നത് 6 മാസത്തോളമായി ഇത്തരത്തിൽ വലിയ ശല്യമുണ്ട് ഈ ആനയുടെ. അപ്പോൾ ഈ 6 എണ്ണം ഒക്കെ വരുന്നു, 6 എണ്ണം വരെ. അതെ, അപ്പോൾ ഈ രാത്രിയിൽ അതിലൂടെയൊക്കെ കടന്നു പോകുക എന്ന് പറയുന്നത് അത് വലിയ ഭയത്തോടു കൂടിയാണല്ലേ, ഈ ആനയുടെ സ്ഥിരമായ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ? അതെ അതെ, ആന സ്ഥിരമായിട്ട് മാമലക്കണ്ട റൂട്ടിലും ഇവിടെയാണെങ്കിൽ ഈ റൂട്ടിൽ ടൂറിസ്റ്റ് മേഖലയുണ്ട്. ടൂറിസ്റ്റുകൾ രാത്രി ഒന്നുമില്ല പകലൊന്നുമില്ല, അവർക്ക് ഗ്രാഹ്യമില്ല ഈ സ്ഥലത്തെ പറ്റി. ശരിക്കും അറിയാവുന്നവർ ഈ ആനേനെ കണ്ടവരാരും ഒരിക്കലും വണ്ടി കൊണ്ട് ഈ സമയത്ത് പോകത്തില്ല. ഞാനിപ്പോലും ഇവിടെ വന്നിട്ട് ആൾക്കാർ ഓരോ താമസിച്ച് വരുന്നവരുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ഇനി എന്താ ആശുപത്രി കേസ് വന്നാൽ ഈ സമയത്തൊക്കെ ഓട്ടം പോകണം. ഇപ്പം ഞാൻ കണ്ടിട്ട് ഇനി ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ഞാനൊരു പോകാത്ത സ്ഥിതി, ഞാനിനി പോകത്തില്ല. നമ്മൾ ഈ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഓട്ടം പോയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. ശരി, നന്ദി ശ്രീ നിതിൻ തങ്കച്ചൻ പ്രതികരിച്ചതിന്. അദ്ദേഹം ആ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ എത്തിയത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. 6 മാസത്തോളമായി കാട്ടാനയുടെ ശല്യം ആ മേഖലയിലുണ്ട് എന്ന് പറയുന്നു. പലതവണ ഇക്കാര്യം വനവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഫെൻസിംഗ് എന്ന ആവശ്യം നേരത്തെ തന്നെ അവിടെ നാട്ടുകാർ ഉയർത്തുന്നതാണ്, പക്ഷേ എന്നിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ശാശ്വത പരിഹാരം വേണം ഈ വിഷയത്തിൽ എന്ന് പറയുന്നു. നേരത്തെ വനമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഇക്കാര്യത്തിൽ വിവരങ്ങൾ ആരായുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ശാശ്വത പരിഹാരം അത് ഉടനെ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സംസാരിക്കുന്ന അവിടുത്തെ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ വരെ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് ഒരു 6 മണിക്ക് ശേഷം ആ പ്രദേശത്തൂടെ കടന്നു പോകുന്നത് ഈ കാട്ടാനകളെ ഭയന്നാണെന്ന് പറയുന്നുണ്ട്.